Good morning. Today we are going to discuss problems on Venturi meter. Here it is the first question for you. A Venturi meter 300 mm, 100 mm is used for measuring the discharge of an oil flowing through a pipe. The difference of pressure measured by a differential mercury manometer is 150 mm. The specific gravity of oil is 0.8 and Venturi coefficient is 0.97. Calculate the discharge of oil in liters per second. ഇവിടെ നമുക്ക് വെഞ്ചൂരി മീറ്ററിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. ഈ വെഞ്ചൂരി മീറ്ററിലുള്ള ഡിസ്ചാർജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യനിലെ വെഞ്ചൂരി മീറ്ററിന് ഇൻക്ലിനേഷൻ ഒന്നും തന്നിട്ടില്ല. സോ നമുക്ക് നമ്മുടെ യൂഷ്വൽ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. Discharge Q is equal to CD into A1 A2 divided by root of A1 square minus A2 square into root of 2GH. Question D1 is equal to 300 mm ആണ്. So D1 is equal to 30 cm. D2 is equal to 100 mm ആണ്. So D2 is equal to 10 cm. From this A1 എന്നുള്ള ഏരിയ pi by 4 D1 square, which is equal to pi by 4 into 30 square, which is equal to 706.85 centimeter square. A2 രണ്ടാമത്തെ ഏരിയ pi by 4 D2 square, which is equal to pi by 4 into D2 10 square is equal to 78.54 centimeter square. അടുത്തതായിട്ട് നമുക്ക് സ്മോൾ ലെറ്റർ എച്ച് വെഞ്ചൂരി ഹെഡ് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് ക്വസ്റ്റ്യനില് ഡിഫറൻസ് ഓഫ് പ്രഷർ മെഷേർഡ് ബൈ എ ഡിഫറൻഷ്യൽ മെർക്കുറി മാനോമീറ്റർ ഈസ് 150 mm എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 150 mm എന്ന് തന്നിട്ടുള്ളത് എക്സ് ആണ്. സോ നമ്മൾ ഇവിടെ സെന്റിമീറ്ററിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ ഏരിയ ഒക്കെ നമ്മൾ സെന്റിമീറ്ററിലല്ലേ കണ്ടുപിടിച്ചത്. സോ എക്സിന്റെ സ്ഥാനത്ത് എന്താണ് വരിക? 15 സെന്റിമീറ്റർ എന്നാണ് വരിക. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനിലുള്ള ഓയില് 0.8 ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി. മെർക്കുറി മാനോമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? 13.6 ആണ്. സോ മെർക്കുറി മാനോമീറ്ററിലുള്ള മെർക്കുറി ആണ് ഹെവിയർ ലിക്വിഡ്. സോ നമ്മുടെ എച്ചിന്റെ ഇക്വേഷൻ വരുന്നത് H is equal to X into SH divided by SF minus 1 ആണ്. എക്സിന്റെ സ്ഥാനത്ത് 15 കൊടുത്തു ഇൻറ്റു SH ഹെവിയർ ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി, മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി 13.6 ഡിവൈഡഡ് ബൈ ഫ്ലോയിങ് ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി, അതായത് ഓയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ക്വസ്റ്റ്യനിൽ 0.8 തന്നിട്ടുണ്ട്. 13.6 divided by 0.8 minus 1 which is equal to 240 centimeter. അതുപോലെ ക്വസ്റ്റ്യനിൽ വെഞ്ചൂരി കോഎഫിഷ്യന്റ് 0.97 ആണ് തന്നിട്ടുണ്ട്. CD is equal to 0.97. CD എന്ന് എഴുതാം, അല്ലെങ്കിൽ K എഴുതിയാലും പ്രോബ്ലം ഇല്ല. നമുക്ക് എല്ലാ വാല്യൂസും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q is equal to CD 0.97 into A1 706.85 into A2 78.54 divided by root of A1 square minus A2 square, 706.85 square minus 78.54 square into root of 2GH. 2 into G 9.81 into H 240. Then we are obtaining Q is equal to 52,608.5 centimeter cube per second. സെന്റിമീറ്റർ ക്യൂബിനെ ലിറ്ററിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് കിട്ടിയ വാല്യൂവിനെ നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. Then we are obtaining 52.6 liter per second. നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ എ വെഞ്ചൂരി മീറ്റർ പ്ലേസ്ഡ് ഇൻ എ 7.5 centimeter diameter horizontal pipe has a throat diameter 2.5 centimeter. Determine the flow rate through the pipe in liter per minute when the venturi head is 41.2 centimeter of water. Assume coefficient of meter is 0.97. വെഞ്ചൂരി മീറ്ററിന്റെ രണ്ടാമത്തെ പ്രോബ്ലം ആണ് തന്നിട്ടുള്ളത്. ഹൊറിസോണ്ടൽ പൈപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഫ്ലോ റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് ഡിസ്ചാർജ് ഇൻ ലിറ്റർ പെർ മിനിറ്റ്. ഓക്കെ, സോ നമ്മുടെ ഡിസ്ചാർജിന്റെ ഇക്വേഷൻ എന്താണ്? Q is equal to K into A1 A2 divided by root of A1 square minus A2 square into root of 2GH. D1 diameter 7.5 centimeter ആണ്. So A1 is equal to pi by 4 into 7.5 square, which is equal to 44.18 centimeter square. D2 2.5 centimeter ആണ്. Then A2 is equal to pi by 4 into 2.5 square, which is equal to
4.9 centimeter square. Question Venturi head direct തന്നിട്ടുണ്ട് 41.2. So we can write h is equal to 41.2 centimeter. Coefficient of meter 0.97 തന്നിട്ടുണ്ട്. K is equal to 0.97. നമുക്ക് വേണമെങ്കിൽ സി ഡി എന്ന് എഴുതാം. സി ഡി എന്ന് എഴുതിയാലും പ്രോബ്ലം ഇല്ല. ഓക്കെ, then Q is equal to K 0.97 into A1 44.18 into A2 4.91 divided by root of A1 square 44.18 square minus A2 square 4.91 square into root of 2GH 2 into 9.81 into H 41.2 which is equal to 1362 centimeter cube per second. Centimeter cube നെ ലിറ്ററിലോട്ട് മാറ്റാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തു 1.362 ലിറ്റർ പെർ സെക്കൻഡ്. നമ്മുടെ ക്വസ്റ്റ്യനിലെ ലിറ്റർ പെർ മിനിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ സെക്കൻഡ്സിനെ മിനിറ്റിലോട്ട് ആക്കാൻ വേണ്ടിയിട്ട് 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. Then we are obtaining 81.72 liters per minute. Third problem. A horizontal Venturi meter 16 cm by 8 cm is used to measure the flow of an oil of specific gravity 0.8. Determine the deflection of oil mercury gauge if the discharge of oil is 50 liters per second and assume K is equal to 1. ക്വസ്റ്റ്യനിലെ ഒരു ഹൊറിസോണ്ടൽ വെഞ്ചൂരി മീറ്റർ ആണ് തന്നിട്ടുള്ളത്. ഹൊറിസോണ്ടൽ വെഞ്ചൂരി മീറ്ററിന്റെ ഇൻലെറ്റ് ഡയമീറ്റർ 16 സെന്റിമീറ്റർ ആണെന്നും ത്രോട്ട് ഡയമീറ്റർ 8 സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഫ്ലോയിങ് ഓയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ആണെന്നും തന്നിട്ടുണ്ട്. ഡിഫ്ലക്ഷൻ എക്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വെഞ്ചൂരി ഹെഡ് എച്ച് കണ്ടുപിടിക്കാൻ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ഈ എക്സ്പ്രഷനിലെ എക്സ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി ക്വസ്റ്റ്യനിൽ ഓയിലിന്റെ ഡിസ്ചാർജ് 50 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ആണെന്നും അതുപോലെ കോഎഫിഷ്യന്റ് ഓഫ് മീറ്റർ K is equal to 1 ആണെന്നും തന്നിട്ടുണ്ട്. സോ ഗിവൺ ഡയമീറ്റേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് A1 കണ്ടുപിടിക്കാം. A1 is equal to pi by 4 into 16 square which is equal to 201.06 centimeter square. ഇൻലെറ്റിലെ ഏരിയയാണിത്. A2 ത്രോട്ട് ഏരിയ A2 is equal to pi by 4 into 8 square. ത്രോട്ട് ഡയമീറ്റർ 8 സെന്റിമീറ്റർ ആണ്. സോ 8 സ്ക്വയർ which is equal to 50.265 centimeter square. Given specific gravity of oil is equal to 0.8. Discharge Q is equal to 50 liter per second. 50 ലിറ്റർ പെർ സെക്കൻഡിനെ സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലോട്ട് ആക്കുന്നതിന് വേണ്ടിയിട്ട് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. Then we are obtaining 50,000 centimeter cube per second. Okay. വെഞ്ചൂരി ഹെഡ് H കണ്ടുപിടിക്കുന്നതിനുള്ള എക്സ്പ്രഷൻ ആണ് H is equal to x into SH divided by SF minus 1. ഇവിടെ ഓയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ആണ്. മെർക്കുറി ആണ് ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ എടുത്തിട്ടുള്ളത് എന്നുള്ളത് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. അതുകൊണ്ട് ഈ ഒരു എക്സ്പ്രഷൻ ആണ് വരുന്നത്. ഹെവിയർ ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി മെർക്കുറിയുടേത് 13.6 ഡിവൈഡഡ് ബൈ ഫ്ലോയിങ് ലിക്വിഡ് അഥവാ ഓയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 0.8 ആണ്. ഇവിടെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താണ് എഴുതിയിട്ടുള്ളത്. Then we are writing 13.6 minus 0.8 divided by 0.8. Then we are obtaining x into 13.6 minus 0.8 12.8 divided by 0.8. We are obtaining h. Venturi head h is equal to 16x. ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിസ്ചാർജ് തന്നിട്ടുണ്ടല്ലോ. സോ ഡിസ്ചാർജിന്റെ എക്സ്പ്രഷനിൽ എച്ചിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഡയറക്റ്റ് ആയിട്ട് കണ്ടെത്താൻ കഴിയും. Discharge Q is equal to K into A1 A2 into root of 2GH divided by root of A1 square minus A2 square. Q 50,000 which is equal to K യുടെ വാല്യൂ 1 into A1 201.06 into A2 50.265 into root of 2GH 2 into G യുടെ വാല്യൂ 9.81 അല്ല കൊടുക്കേണ്ടത് 981 ആണ്. കാരണം ഇവിടെ ഡിസ്ചാർജ് അതുപോലെ ഏരിയാസ് ഒക്കെ സെന്റിമീറ്റർ സ്ക്വയറിലല്ലേ, അതുകൊണ്ടാണ് ജിയുടെ വാല്യൂ 981 എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എച്ചിന്റെ വാല്യൂ 16x ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ 201.06 സ്ക്വയർ മൈനസ് A2 സ്ക്വയർ
50.265 square. From this x is equal to 29.7 centimeter. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട് ഡിഫ്ലക്ഷൻ ഓഫ് ഓയിൽ മെർക്കുറി ഗേജ്. അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള എക്സിന്റെ വാല്യൂ. Fourth question is a horizontal venturi meter with inlet and throat diameters 300 mm and 150 mm respectively is used to measure the flow of water. The reading of differential manometer connected to the inlet and throat is 200 mm of mercury. Determine the rate of flow. Take CD is equal to 0.98. ക്വസ്റ്റ്യനിലെ ഒരു ഹൊറിസോണ്ടൽ വെഞ്ചൂരി മീറ്റർ ആണ് തന്നിട്ടുള്ളത്. ഹൊറിസോണ്ടൽ വെഞ്ചൂരി മീറ്ററിന്റെ ഇൻലെറ്റ് ഡയമീറ്റർ 300 mm ആണെന്നും ത്രോട്ട് ഡയമീറ്റർ 150 mm ആണെന്നും തന്നിട്ടുണ്ട്. ഇൻലെറ്റിലും ഔട്ട്ലെറ്റിലുമായിട്ട് മെർക്കുറി ഡിഫറൻഷ്യൽ മാനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ മെർക്കുറി ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ കിട്ടുന്ന റീഡിംഗ് എന്ന് പറയുന്നത് 200 mm ആണ്. ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് H is equal to 200 mm. ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് റേറ്റ് ഓഫ് ഫ്ലോ ഡിസ്ചാർജ് കണ്ടുപിടിക്കാനാണ്. അതിനുവേണ്ടി CD കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് മീറ്റർ ഇസ് ഈക്വൽ ടു 0.98 ആണെന്നും തന്നിട്ടുണ്ട്. സോ ഗിവൺ ഡാറ്റ ഒന്ന് എടുത്തെഴുതാം. D1 is equal to 300 mm, D2 is equal to 150 mm, CD is equal to 0.98. ഈ ഡയമീറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഏരിയാസ് കാൽക്കുലേറ്റ് ചെയ്യാം. A1 is equal to pi/4 into 300 mm ആണ്. മീറ്ററിലോട്ട് മാറ്റി 0.3 സ്ക്വയർ which is equal to 0.07069 meter square. A2 is equal to pi/4 into 150 mm ആണ്. മീറ്റർക്ക് മാറ്റുമ്പോൾ 0.15 into 0.15 square which is equal to 0.01767 meter square. Okay. അടുത്തതായിട്ട് നമുക്ക് വെഞ്ചൂരി ഹെഡ് H കണ്ടുപിടിക്കണം. H is equal to x into SH divided by SF minus 1. ഇവിടെ ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ മെർക്കുറി ആണ്. നമുക്ക് ഫ്ലോയിങ് ലിക്വിഡ് ഇവിടെ വാട്ടർ ആണെന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഓക്കെ, അതുകൊണ്ടാണ് വെഞ്ചൂരി ഹെഡിന് ഈ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. എക്സ് ക്വസ്റ്റ്യനിൽ 200 mm ആണെന്ന് തന്നിട്ടുണ്ട്. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് 0.2. ഹെവിയർ ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി 13.6 ഡിവൈഡഡ് ബൈ ഫ്ലോയിങ് ലിക്വിഡ് വാട്ടറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1 ആണ് -1 which is equal to 2.52 മീറ്റർ എന്ന് കിട്ടുന്നു. അടുത്തതായിട്ട് നമുക്ക് ഡിസ്ചാർജ് കണ്ടുപിടിക്കാം. ഡിസ്ചാർജിന്റെ ഇക്വേഷൻ Q is equal to CD into A1 A2 into root of 2GH divided by root of A1 square minus A2 square. CD 0.98 into A1 0.07069 into A2 0.01767 into root of 2 into ഇവിടെ ഏരിയാസ് എല്ലാം നമ്മൾ മീറ്റർ സ്ക്വയറിലാണ് എടുത്തിട്ടുള്ളത്. സോ നമ്മുടെ ജിയുടെ വാല്യൂ 9.81 തന്നെയാണ് ഇൻറ്റു എച്ചിന്റെ വാല്യൂ 2.52 divided by root of A1 square 0.07069 square minus A2 square 0.01767 square which is equal to 0.1257 meter cube per second which is equal to 125.7 liters per second. Fifth problem. Question: water is flowing through a pipe at the rate of 300 liters per second. An inclined venturi meter is fitted to the pipe whose diameter is 300 mm. The venturi meter is inclined at 30 degree to the horizontal and its throat diameter is 150 mm, which is 1.2 meter away from the entrance along its length. Calculate CD, coefficient of discharge, if the pressure at the entrance and throat are 2.6 megapascal and 0.12 megapascal respectively. If a U-tube mercury manometer is connected to the entrance and throat, find the difference of mercury levels in manometer. ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു ഇൻക്ലൈൻഡ് വെഞ്ചൂരി മീറ്റർ ആണ് തന്നിട്ടുള്ളത്. ഡിസ്ചാർജ് Q is equal to 300 ലിറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. സോ അതിനെ മീറ്റർ ക്യൂബിക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് 300നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. Then Q is equal to 0.3 meter cube per second.
ഓക്കെ, A1 എന്ന് പറഞ്ഞാൽ ഇൻലെറ്റ് ഏരിയ ആണ്. ഇൻലെറ്റ് ഡയമീറ്റർ 300 mm തന്നിട്ടുണ്ട്. സോ നമ്മൾ 0.3 മീറ്റർ ആയിട്ട് എടുക്കുക. A1 is equal to pi by 4 d1 square, pi by 4 into 0.3 square is equal to 0.071 meter square. A2 throat area ആണ്. A2 is equal to pi by 4 d2 square, pi by 4 into 150 mm ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ മീറ്റർക്ക് മാറ്റിയാൽ 0.15. So pi by 4 into 0.15 square which is equal to 0.018 meter square. ഓക്കെ, ഇൻലെറ്റ് എൻഡിലുള്ള പ്രഷർ P1 0.26 മെഗാപാസ്കൽ ആണെന്നും ത്രോട്ട് എൻഡിലുള്ള പ്രഷർ 0.12 മെഗാപാസ്കൽ ആണെന്നും തന്നിട്ടുണ്ട്. സോ മെഗാ എന്ന് പറഞ്ഞാൽ എന്താണ്? 10⁻⁶ ആണ്. സോ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാം. P1 is equal to 0.26 megapascal which is equal to 0.26 into 10⁻⁶ Newton per meter square. പാസ്കൽ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അതുപോലെ P2 is equal to 0.12 മെഗാപാസ്കൽ. മെഗക്ക് പകരം 10⁻⁶ കൊടുത്തു. പാസ്കൽ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് ഈക്വൽ ആണ്. Then we are obtaining 0.12 into 10⁻⁶ Newton per meter square. ഫിഗർ നോക്കുക. ഫിഗറിൽ ഒരു ഇൻക്ലൈൻഡ് വെൻച്യൂരിമീറ്റർ തന്നിട്ടുണ്ട്. ഇൻക്ലിനേഷൻ 30 ഡിഗ്രി ആണ്. ഓക്കെ, നമ്മുടെ ഡാറ്റ ലൈന് കടന്നു പോകുന്നത് ഫസ്റ്റ് പോയിന്റിലൂടെയാണ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇൻലെറ്റ് എൻഡിലായിരിക്കും. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ ത്രോട്ട് എൻഡിലായിരിക്കും. ഓക്കെ, ഇൻലെറ്റ് എൻഡിൽ നിന്ന് അഥവാ എൻട്രൻസിൽ നിന്നും 1.2 മീറ്റർ മാറിയാണ് ത്രോട്ട് എൻഡ് എന്നും തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഡാറ്റ ലൈന് ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ എന്തായിരിക്കും? Z1 0 ആയിരിക്കില്ലേ? Z2 വാല്യൂ ഉണ്ടായിരിക്കും. Z2 വാല്യൂ കണ്ടുപിടിക്കണ്ടേ? Z2 വാല്യൂ എന്തായിരിക്കും വരിക? 1.2 sin 30. ഓക്കെ, ടേക്കിംഗ് ഡാറ്റം പാസിംഗ് ത്രൂ പോയിന്റ് 1. പോയിന്റ് 1ലൂടെ ഡാറ്റം ലൈന് പാസ് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യുക. Then Z1 is equal to 0 and Z2 equal to 1.2 sin 30 which is equal to 0.6 meter. Okay. ഇൻക്ലൈൻഡ് വെഞ്ചൂരിമീറ്ററിന്റെ കേസിൽ നമ്മൾ ഹെഡ് കാണുന്നതിനുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. വെഞ്ചൂരി ഹെഡ് കാണുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് P1/W plus Z1 minus P2/W plus Z2. ഫിഗർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, Z1ഉം Z2ഉം ഈക്വൽ അല്ല. ഇവിടെ Z1 0 ആണ്, Z2ന് വാല്യൂ ഉണ്ട്. എങ്ങനെയായാലും Z1ഉം Z2ഉം ഈക്വൽ ആയിരിക്കില്ല, അവർക്ക് വാല്യൂസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് P1ഉം P2ഉം തന്നിട്ടുണ്ട്. Z1 0 ആണ്, Z2 ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. സോ ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെഞ്ചൂരി ഹെഡ് കണ്ടുപിടിക്കാം. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. P1 0.26 into 10⁻⁶ divided by W സ്പെസിഫിക് വെയിറ്റ് ρg അല്ലേ, നമ്മൾ ഓട്ടോമാറ്റിക്കലി എല്ലാ പ്രോബ്ലംസിലും പഠിച്ചിട്ടുണ്ട്. 9810 പ്ലസ് Z1 0 മൈനസ് P2 0.12 into 10⁻⁶ divided by W സ്പെസിഫിക് വെയിറ്റ് again 9810 പ്ലസ് Z2 എത്രയാണ്? 0.6. ഓക്കെ, then we are obtaining 26.50 ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ. അതുപോലെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ 12.83 ആണ്. 26.50 മൈനസ് 12.83 we are obtaining 13.67 മീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് വെഞ്ചൂരി ഹെഡ് 13.67 മീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് CD കണ്ടുപിടിക്കാനാണ്. അതിനു വേണ്ടിയിട്ട് ക്വസ്റ്റ്യനിലെ ഡിസ്ചാർജ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഡിസ്ചാർജ് Q is equal to 0.3 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഓക്കെ ആണല്ലോ. ഡിസ്ചാർജിന്റെ ഇക്വേഷൻ എന്താണ്? CD into A1 A2 into root of 2GH divided by root of A1 square minus A2 square. Q എന്താണ്? 0.3 which is equal to CD into A1 കണ്ടെത്തി വെച്ചിട്ടുണ്ട് 0.071 into A2 0.018 into root of 2GH 2 into G 9.81. ഇവിടെ Q മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് അല്ലേ, അപ്പോൾ കൺഫ്യൂഷൻ ഇല്ല. ജിയുടെ വാല്യൂ 9.81 into H. വെഞ്ചൂരി ഹെഡ് നമ്മൾ കണ്ടെത്തിയല്ലോ, which is equal to 13.67 divided by root of A1 square minus A2 square. A1 square എന്ന് പറയുമ്പോൾ 0.071 square minus A2 square എന്ന് പറയുമ്പോൾ 0.018 square. ഓക്കെ, സോ ഈ ഒരു എക്സ്പ്രഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേഷനിലൂടെ CD യുടെ വാല്യൂ 0.98 എന്ന് കിട്ടുന്നു.
ക്വസ്റ്റ്യനിലെ സെക്കൻഡ് പാർട്ട് ആയിട്ട് പറയുന്നത് ഇഫ് എ യൂട്യൂബ് മെർക്കുറി മാനോമീറ്റർ ഈസ് കണക്റ്റഡ് ടു ദി എൻട്രൻസ് ആൻഡ് ത്രോട്ട് ഫൈൻഡ് ദി ഡിഫറൻസ് ഓഫ് മെർക്കുറി ലെവൽസ് ഇൻ മാനോമീറ്റർ. നമ്മൾ വെഞ്ചൂരി മീറ്ററിന്മേൽ ഒരു യൂട്യൂബ് മാനോമീറ്റർ കണക്ട് ചെയ്യുകയാണെങ്കിൽ എക്സ് എന്തായിരിക്കും കിട്ടുക? മെർക്കുറി ലെവൽ ഡിഫറൻസ് എക്സ് എന്തായിരിക്കും? ഓക്കെ, നമ്മളിപ്പോൾ ഓൾറെഡി എച്ച് വെഞ്ചൂരി ഹെഡ് കണ്ടെത്തി വെച്ചിട്ടുണ്ട് ഇല്ലേ? സോ എച്ചിന്റെ ഇക്വേഷൻ എന്താണ്? എക്സ് ഇൻറ്റു എസ് എച്ച് ഡിവൈഡഡ് ബൈ എസ് എഫ് മൈനസ് 1. നമ്മുടെ ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ ലിക്വിഡ് മെർക്കുറി ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഫ്ലോയിങ് ലിക്വിഡ് വാട്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എച്ചിന് ഈ ഒരു എക്സ്പ്രഷന് എഴുതിയത്. ഓക്കെ, അപ്പോൾ എച്ച് ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു 13.67, വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഹെവിയർ ലിക്വിഡ്, അതായത് മെർക്കുറിയുടെ എന്താണ് 13.6 ഡിവൈഡഡ് ബൈ എസ് എഫ് ഫ്ലോയിങ് ലിക്വിഡ്, അതായത് ഇവിടെ വാട്ടർ അല്ലേ, വാട്ടറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1. So x into 13.6 divided by 1 minus 1. From this x is equal to 1.08 meter. അതായത് മെർക്കുറി ലെവൽ ഡിഫറൻസ് ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള 1.08 മീറ്റർ. സോ വെഞ്ചൂരി മീറ്ററിന്റെ കേസിൽ നമ്മൾ 5 പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇൻക്ലൈൻഡ് ആയിട്ടുള്ള വെഞ്ചൂരി മീറ്ററും അതുപോലെ സാധാ യൂഷ്വൽ കേസിലുള്ള ഹൊറിസോണ്ടൽ വെഞ്ചൂരി മീറ്ററും. സോ ഐ തിങ്ക് യു ഹാവ് ക്ലിയർഡ് വിത്ത് ദി പ്രോബ്ലംസ്. ടുഡേ സെക്ഷൻ വി ആർ വൈൻഡ് അപ്പിംഗ് ഹിയർ. ഓക്കെ, താങ്ക് യു.